ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എക്സാമിൻ്റെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. നോക്കിക്കേ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ദ പെർഫോമൻസ് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് അണ്ടർ സ്റ്റഡി ഇൻപുട്ട് കണ്ടീഷൻസ്. അതായത് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് നൽകുന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ, മീൻസ് എന്താണ്, ടൈം അനുസരിച്ച് ഇൻപുട്ടിന് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇൻപുട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന സ്വഭാവത്തെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദേ ഇൻഡിക്കേറ്റ് ഹൗ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആൻ ഇൻസ്ട്രുമെൻ്റ് ഈസ്. അതായത് ഒരു ഉപകരണം എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഉപകരണത്തെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള സൂചന നമുക്ക് നൽകുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ആക്യുറസിയാണ്. ആക്യുറസി എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. അതായത് ട്രൂ ആയിട്ടുള്ള ഒരു വാല്യൂ, അതായത് കറക്റ്റായിട്ടുള്ള വാല്യൂ ആയിട്ട് എത്രത്തോളം നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് ആക്യുറസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 50 kg ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ വെയിങ് സ്കെയിലിൽ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റ് 50 kg തന്നെ കാണിക്കുന്നു, അല്ലെങ്കിൽ 49.9 അല്ലെങ്കിൽ 50.1 അങ്ങനെയൊക്കെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കത് ആക്യുറേറ്റ് ആണെന്ന് പറയാം. അതേ സ്ഥാനത്ത് 55 ആണ് കാണിക്കുന്നതെങ്കിലോ അത് ആക്യുറേറ്റ് അല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ ആണ് ആക്യുറസി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ട്രൂ വാല്യൂ ആയിട്ടും പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ റീഡിംഗ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. കൂടുതൽ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ആക്യുറസി പറയാറുള്ളത്. ഇനി നോക്കിക്കേ, ഹൈ ആക്യുറസി ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു ഹൈ പ്രിസിഷൻ, അല്ലേ? അതെപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട്. അതായത് ആക്യുറസി കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അത് പ്രിസൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിസിഷൻ എന്താണെന്ന് നോക്കാം. അടുത്തത് എന്താണ് പ്രിസിഷൻ എന്ന് നോക്കാം. നോക്കിക്കേ, ഡിഗ്രി ഓഫ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ്. അതായത് നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് പിന്നീടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കിട്ടിയ ആ മെഷർമെൻറ്റ് തന്നെ ആവർത്തിക്കുക. വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, മീൻസ് വെദർ ഇറ്റ് ഈസ് ട്രൂ വാല്യൂ ഓർ നോട്ട്. എന്താണ്, ഇപ്പോൾ 50 kg ആണ് നിങ്ങളുടെ വെയിറ്റ് എന്ന് വെച്ചോളൂ, നമുക്ക് കിട്ടുന്നത് 55 ആണ്. പക്ഷേ സെക്കൻഡ് ടൈം നോക്കുമ്പോഴും 55, തേർഡ് ടൈം നോക്കുമ്പോഴും 55. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പ്രിസൈസ് ആണെന്ന് പറയാം. എങ്കിൽ അത് ആക്യുറേറ്റ് ആണോ? അല്ല. കാരണം എന്താണ്, ട്രൂ വാല്യൂ 50 ആണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന വാല്യൂ തന്നെ പിന്നെയും കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇഫ് റിപ്പീറ്റഡ് റീഡിങ്സ് ആർ ക്ലോസ് ടു ഈച്ച് അതർ, ഹൈ പ്രിസിഷൻ. ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി പ്രിസൈസ് ബട്ട് ഇനാക്യുറേറ്റ്. ഇനി അടുത്തത് സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് നോക്കിക്കേ, എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു റെസ്പോണ്ട് ടു സ്മോൾ ചേഞ്ചസ് ഇൻ ഇൻപുട്ട്. അതായത് ഇൻപുട്ടിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും എന്താണ്, ആ ചേഞ്ചിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു മാറ്റം വന്നാൽ പോലും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ സെൻസിറ്റിവിറ്റിയുടെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. എക്സാമ്പിൾ, ഡിഫ്ലക്ഷൻ പെർ വോൾട്ട് ഇൻ എ വോൾട്ട് മീറ്റർ. അതായത് ഒരു വോൾട്ട് മീറ്ററിൽ 1 വോൾട്ട് എന്താണ്, പെർ വോൾട്ടിനുണ്ടാകുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ, അതാണ് സെൻസിറ്റിവിറ്റിയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ സെൻസിറ്റിവിറ്റി ഓർത്തിരിക്കാൻ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഓർത്തിരിക്കാം. എന്താണ്, നമ്മൾ പറയുമല്ലേ ചില ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന്, ഒരു ചെറിയ കാര്യം മതി എന്താണ് പെട്ടെന്ന് കരയും, അല്ലേ? ചില ആൾക്കാർ എങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾക്കൊന്നും കരയാറില്ല, എന്താണ്, അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ളവർ സെൻസിറ്റീവ് അല്ല. അപ്പോൾ എന്താണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെറിയ ഒരു ചേഞ്ചിന് പോലും റെസ്പോണ്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്
എന്ത് സെൻസിറ്റീവ്, നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ. ഇനി അടുത്തത് എന്താണ് റെസൊല്യൂഷൻ എന്ന് നോക്കാം. സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ടിൽ വരുന്ന സ്മോളസ്റ്റ് ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ, ആ സ്മോളസ്റ്റ് വാല്യൂ ആണ് റെസൊല്യൂഷൻ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ ബാലൻസ് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതിലെന്താണ്, അതിൽ ഓരോ ഗ്രാം കൂടുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക. 0.5 ഗ്രാമാണ് കൂടുന്നതെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ ഡിജിറ്റൽ ബാലൻസിനില്ല. അപ്പോൾ നമുക്ക് പറയാം ആ ഡിജിറ്റൽ ബാലൻസിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്. ഇൻപുട്ട് 1 ഗ്രാം ചേഞ്ച് വന്നാൽ മാത്രമേ അതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 0.5 ഗ്രാമാണ് വരുന്നതെങ്കിൽ പറ്റില്ല. അതാണ് റെസൊല്യൂഷൻ. പിന്നെ നമ്മൾ ഈ റെസൊല്യൂഷൻ എന്ന വേർഡ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഏതിൻ്റെ കേസിലാണ്, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇമേജസിൻ്റെ കേസിൽ നമ്മൾ പറയാറില്ലേ, റെസൊല്യൂഷൻ നല്ല കൂടിയ ഇമേജസ് ആണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സൂം ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെറിയ കാര്യങ്ങൾ പോലും കാണാൻ പറ്റും അല്ലേ. അതേ സ്ഥാനത്ത് റെസൊല്യൂഷൻ കുറഞ്ഞ ഇമേജ് ആണെങ്കിൽ എങ്ങനെയാണ്, ബ്ലറായിട്ടല്ലേ കാണുക. അതുപോലെ തന്നെയാണ് ഈ മെഷറിങ് ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലും. റെസൊല്യൂഷൻ കൂടിയാൽ എന്താണ്, നമുക്ക് ഫൈനായിട്ടുള്ള ഡീറ്റെയിൽ പോലും അറിയാൻ കഴിയും. അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ ഡിജിറ്റൽ മീറ്ററിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. 0.01 വോൾട്ട് വരെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള, അത്ര ചേഞ്ച് വരെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഡിജിറ്റൽ മീറ്ററിനുണ്ട്. ഇനി അനലോഗ് മീറ്ററിൻ്റെ കേസിൽ 1 സ്കെയിൽ ഡിവിഷനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലീനിയാരിറ്റി എന്താണെന്ന് നോക്കാം. ഡിഗ്രി ടു വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട്. അതായത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ടിന് ആ ലീനിയറായിട്ട് വരുന്ന ആ ഒരു ചേഞ്ച്, അതാണ് എന്തെന്ന് പറയുന്നത്, ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് എത്ര ഡിഗ്രി വ്യത്യാസപ്പെടുന്നു എന്ന് കാണിക്കുന്നതാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്പീഡോമീറ്ററിൻ്റെ കേസിൽ തന്നെ നമ്മൾ സ്പീഡ് റൈസ് ചെയ്യുമ്പോൾ ആ സ്പീഡോമീറ്ററിൽ ആ റീഡിങ് അതനുസരിച്ച് മാറണം. അതാണ് ലീനിയാരിറ്റി എന്ന് പറയാം. അതായത് ഇൻപുട്ട് ഈവനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം ആരും ഇൻക്രീസ് ചെയ്യണം, ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യണം. അതാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നോൺ ലീനിയാരിറ്റി കോസസ് മെഷർമെൻറ്റ് ഇറർ. എന്താണ് നോൺ ലീനിയാരിറ്റി, എന്തിന് കാരണമാകുന്നു, മെഷർമെൻറ്റ് ഇററിന് കാരണമാകുന്നു. അടുത്തത് എന്താണ് ത്രെഷോൾഡ് എന്ന് നോക്കാം. നോക്കിക്കേ, മിനിമം വാല്യൂ ഓഫ് ഇൻപുട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എനി ഔട്ട്പുട്ട്. എന്താണ്, അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ മിനിമം വാല്യൂ ഓഫ് ഇൻപുട്ട്, അതാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് കുറഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ എന്താണ്, ആക്ച്വലി അവിടെ പവർ സപ്ലൈ ഇലക്ട്രിസിറ്റി കാണും, പക്ഷെ നമ്മൾ സ്വിച്ച് ഇട്ട് എന്ത് ചെയ്യും, ഫാൻ കറങ്ങില്ല അല്ലേ. അപ്പോൾ എന്താണ്, ആ ഫാന് കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ത്രെഷോൾഡ് ആ ഇൻപുട്ടൊന്നും കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതായത് മിനിമം വാല്യൂ ഓഫ് ഇൻപുട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എനി ഔട്ട്പുട്ടാണ് എന്തെന്ന് പറയുന്നത്, ത്രെഷോൾഡ് എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ കാര്യം തന്നെ പറയാം. എന്താണ്, ഫോണിൽ ബാറ്ററി ടു ലോ ആയിരിക്കുമ്പോൾ എന്താണ്, ഫോൺ ഓഫായി പോകും അല്ലേ. പിന്നെ നമ്മൾ ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഓൺ ആവുമോ, ഇല്ല. പിന്നീട് ചാർജ് ചെയ്താൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, അതിന് ആവശ്യമായിട്ടുള്ള ആ ഇൻപുട്ട് കിട്ടുന്നില്ല, മിനിമം ത്രെഷോൾഡ് ഇല്ല. അതുകൊണ്ടാണ് അത് ഓൺ ആവാത്തത്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചോ. ഇനി അടുത്തത് റിപ്പീറ്റബിലിറ്റി. എന്താണ് റിപ്പീറ്റബിലിറ്റി എന്ന് നോക്കാം. ഈ റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസിബിലിറ്റിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. നോക്കിക്കേ, റിപ്പീറ്റബിലിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റി ടു ഗീവ് സെയിം റീഡിംഗ് വെൻ ദ സെയിം ഇൻപുട്ട് ഈസ് അപ്ലൈഡ് റിപ്പീറ്റഡ്ലി അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ്. അതായത് കണ്ടീഷൻസ് ഐഡൻറ്റിക്കൽ ആയിരിക്കുമ്പോൾ നമുക്ക് സെയിം റീഡിംഗ് തന്നെ സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ അതിനാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഐഡൻറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സെയിം പേഴ്സൺ അല്ലെങ്കിൽ സെയിം ഇൻസ്ട്രുമെൻ്റ്, അങ്ങനെ പല 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 കണ്ടീഷൻസ് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മളൊരു സ്കെയിൽ വെച്ച് അളക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സ്കെയിൽ വെച്ച് തന്നെ നമ്മൾ
പിന്നെയും അളക്കുമ്പോഴും നമുക്ക് സെയിം ആയിട്ട് തന്നെ ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അത് റിപ്പീറ്റബിലിറ്റി എന്ന് പറയാം. ഇവിടെ സെയിം കണ്ടീഷൻ മീൻസ് ആ സെയിം സ്കെയിൽ വെച്ചാണ് നമ്മൾ അളക്കുന്നത്. അതുപോലെ അടുത്തത് നമുക്ക് നോക്കാം. റീപ്രൊഡ്യൂസിബിലിറ്റി, എബിലിറ്റി ടു ഗേവ് സെയിം ഔട്ട്പുട്ട് ഫോർ സെയിം ഇൻപുട്ട് അണ്ടർ ചേഞ്ച്ഡ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് ആ പേപ്പർ തന്നെ നമ്മൾ ആദ്യമേ ഒരു സ്കെയിൽ വെച്ച് അളന്നു, നമുക്ക് 10 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി വേറൊരു സ്കെയിൽ വെച്ച് അളന്നു, അപ്പോഴും 10 സെൻറ്റിമീറ്റർ കിട്ടി. മൂന്നാമത് വേറൊരു സ്കെയിൽ വെച്ച് അളന്നു, അപ്പോഴും 10 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് ആവുന്നുണ്ട്? കണ്ടീഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. ഈ സ്കെയിലിന് പകരം വ്യക്തികൾ മാറിയാലും നമുക്ക് കണ്ടീഷൻസ് ചേഞ്ച് ആവുന്നെന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണ്, ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസിബിലിറ്റിയും ഓർത്ത് വെച്ചേക്കണം. ഇവിടെ ആ കണ്ടീഷൻസ് ആയിട്ട് അവർ ബ്രാക്കറ്റിൽ ടൈം, ഓപ്പറേറ്റർ, പ്ലേസ് അങ്ങനെയൊക്കെ പറയാം. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി, സ്ഥലം, ടൈം, അതുമെല്ലാം കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. ഇൻസ്ട്രുമെൻറ്റും കണ്ടീഷനായിട്ട് എടുക്കാം. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഐഡൻറ്റിക്കൽ ആയിരിക്കുമ്പോൾ ഉള്ളതാണ് റിപ്പീറ്റബിലിറ്റി, ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളതാണ് റീപ്രൊഡ്യൂസിബിലിറ്റി. അത് ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്തത് എന്താണ് ഡ്രിഫ്റ്റ് എന്ന് നോക്കാം. നോക്കിക്കേ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് ഇൻപുട്ടിന് ഒരു മാറ്റവും നമ്മൾ കൊടുക്കാതെ തന്നെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റിനെ നമുക്ക് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സീറോ ഡ്രിഫ്റ്റ്, രണ്ടെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്. അപ്പോൾ സീറോ ഡ്രിഫ്റ്റ് എന്താണ്? ഷോസ് റീഡിങ് ഈവൻ വെൻ ഇൻപുട്ട് ഈസ് സീറോ. എന്താണ്? ഇൻപുട്ട് 0 ആയിരിക്കുമ്പം പോലും എന്താണ് അവിടെ റീഡിങ് കാണിക്കുന്നു, ഔട്ട്പുട്ട് കാണിക്കുന്നു. അതാണ് സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് നോക്കിക്കേ. സ്കെയിൽ ഇറ്റ് സെൽഫ് ചേഞ്ചസ്. എന്താണ്? സ്കെയില് തന്നെ എന്താണ് ചേഞ്ച് ആയി പോകണു, കാലിബ്രേഷൻ പ്രോബ്ലം. ഈ ഡ്രിഫ്റ്റ് ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാവാം, അല്ലെങ്കിൽ ഒരുപാട് പഴക്കം ചെല്ലുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം, ഏജിങ് കാരണം ഉണ്ടാവാം. അതൊക്കെ എന്തിന് കാരണമാവുന്നു? ഡ്രിഫ്റ്റിന് കാരണമാവുന്നു. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള MCQs നോക്കാം. നോക്കിക്കേ, ആൻ ഇൻസ്ട്രുമെൻറ്റ് ഗീവ്സ് റീഡിംഗ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് ഫാർ ഫ്രം ട്രൂ വാല്യൂ. ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡാഷ്. അതായത് ഒരു ഉപകരണം നമുക്ക് തരുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ടു ഈച്ച് അതർ ആണ്. അതായത് നമ്മൾ പിന്നെയും ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സെയിം അല്ലെങ്കിൽ ക്ലോസ് ആണ്, വളരെ അടുപ്പിച്ചുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ അത് ട്രൂ വാല്യൂവിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. അതായത് യഥാർത്ഥ വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ആ ഒരു ആക്ച്വൽ വാല്യൂവിൽ നിന്നും നമുക്ക് കിട്ടുന്ന റീഡിങ്സ് വ്യത്യാസമാണെങ്കിലും കിട്ടുന്ന റീഡിങ്സ് തന്നെ പിന്നെയും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നമുക്ക് പറയാമെന്നാണ് ചോദ്യം. എന്താണ്? പ്രിസൈസ് ബട്ട് നോട്ട് ആക്യുറേറ്റ് അല്ലേ? എന്താണ്? നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണ്. കാരണം എന്താണ്? റീഡിങ്സ് നമുക്ക് സെയിം ആയിട്ട് തന്നെ അല്ലെങ്കിൽ അടുപ്പിച്ച് തന്നെ കിട്ടുന്നുണ്ട്, പക്ഷേ ഫാർ ഫ്രം ട്രൂ വാല്യൂ ആണ്. അപ്പോൾ പ്രിസൈസ് ബട്ട് നോട്ട് ആക്യുറേറ്റ്. റിപ്പീറ്റഡ് റീഡിങ്സ് ആർ ക്ലോസ്, ദാറ്റ് മീൻസ് പ്രിസിഷൻ, ബട്ട് ഫാർ ഫ്രം ട്രൂ വാല്യൂ, ദാറ്റ് മീൻസ് നോട്ട് ആക്യുറേറ്റ്. അടുത്തത് നോക്കിക്കേ, സെൻസിറ്റിവിറ്റി ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. എന്താണ്? ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഇൻപുട്ട് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞതാണ്, എക്സ്പ്ലനേഷൻ നോക്കിക്കേ, സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഔട്ട്പുട്ട് ബൈ ഡെൽറ്റ ഇൻപുട്ട്. അടുത്തത് നോക്കിക്കേ, ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ദാറ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ഡിറ്റക്റ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? അതായത് നമ്മളെ ഇൻപുട്ടിൽ വരുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് നമ്മൾ എന്താ പറയുന്നത്? റെസൊല്യൂഷൻ അല്ലേ? റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, റെസൊല്യൂഷൻ ഇൻഡിക്കേറ്റ്സ് മിനിമം ഡിറ്റക്റ്റബിൾ ഇൻപുട്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ, എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഗീവ് സെയിം ഔട്ട്പുട്ട് ഫോർ സെയിം ഇൻപുട്ട് അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ് ഐഡൻറ്റിക്കൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിന് സെയിം ഔട്ട്പുട്ട് തന്നെ തരാനുള്ള കഴിവിന് എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. എന്താണ്? റിപ്പീറ്റബിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ റിപ്പീറ്റബിലിറ്റി എപ്പോഴും സെയിം കണ്ടീഷനായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, റിപ്പീറ്റബിലിറ്റി സെയിം കണ്ടീഷൻ, റീപ്രൊഡ്യൂസിബിലിറ്റി ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണം.
അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇൻപുട്ട് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? അതായത് ഇൻപുട്ടിൽ ചേഞ്ച് ഒന്നും വരാതെ തന്നെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. എന്താണ്? ഡ്രിഫ്റ്റ് അല്ലേ? എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഡ്രിഫ്റ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ടെമ്പറേച്ചർ, ഏജിങ്, പവർ സപ്ലൈ വേരിയേഷൻ. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് റിലേറ്റഡ് ടു സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നമ്മുടെ ലീനിയാരിറ്റിയാണ് അല്ലേ? സി എന്ന് പറയുന്ന ലീനിയാരിറ്റി. നോക്കിക്കേ, ലീനിയാരിറ്റി മീൻസ് പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് വിത്ത് ഇൻപുട്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഡി അല്ലേ? ആക്യുറസിയാണ്. സ്പീഡ്, ലാഗ്, ഫിഡിലിറ്റി ഒക്കെ എന്താണ്? ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആക്യുറസി മാത്രമാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. അടുത്ത ചോദ്യം, ആൻ ഇൻസ്ട്രുമെൻറ്റ് ഗീവ്സ് റീഡിംഗ് ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് നോട്ട് ക്ലോസ് ടു ട്രൂ വാല്യൂ. ദിസ് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എന്താണ്? ക്ലോസ് ടു ഈച്ച് അതർ ആണ്, സിമിലർ ആണ് അല്ലേ? അതായത് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒരു വാല്യൂവിന് ബന്ധപ്പെട്ട് നമുക്ക് റീഡിങ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അതെന്താണ്? ക്ലോസ് വാല്യൂവിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ്? ഹൈ പ്രിസിഷൻ അല്ലേ? ക്ലോസ് റിപ്പീറ്റഡ് റീഡിങ്സ്, പ്രിസിഷൻ, നോട്ട് ക്ലോസ് ടു ട്രൂ വാല്യൂ, ലോ ആക്യുറസി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. പ്രിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ട്രൂ വാല്യൂ. എന്താണ്? പ്രിസിഷൻ എന്താണ്? ട്രൂ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന്. കറക്റ്റാണോ? അല്ല. കാരണം എന്താണ്? പ്രിസിഷനും ട്രൂ വാല്യൂവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഏത് വാല്യൂ ആയിരുന്നാലും അത് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത് നോക്കിക്കേ, ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ റിപ്പീറ്റബിലിറ്റി. ആക്യുറസി റിപ്പീറ്റബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല. ആക്യുറസി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ട്രൂ വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്തത്, പ്രിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിപ്പീറ്റബിലിറ്റി. അത് കറക്റ്റാണ് അല്ലേ? പ്രിസിഷൻ എന്താണ്? റിപ്പീറ്റബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആർ ഐഡൻറ്റിക്കൽ. അതല്ലല്ലോ, രണ്ടാണല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിപ്പീറ്റബിലിറ്റി ആണ്. നോക്കിക്കേ, പ്രിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി ഓഫ് റീഡിങ്സ്, നോട്ട് ക്ലോസ്നെസ് ടു ട്രൂ വാല്യൂ. എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ റീഡിങ്സിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം റീഡിങ് തന്നെ കിട്ടുന്നതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ട്രൂ വാല്യൂ ആയിട്ട് ഉള്ള സിമിലാരിറ്റി അല്ല പ്രിസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഗീവ് സെയിം റീഡിംഗ് ഫോർ സെയിം ഇൻപുട്ട് അണ്ടർ അൺചേഞ്ച്ഡ് കണ്ടീഷൻസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? അതായത് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാതെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെയിം റീഡിംഗ് തരുന്ന ആ ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് റിപ്പീറ്റബിലിറ്റി. ഇത് നേരത്തെയും ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, PSC, SSC പോലുള്ള എക്സാംസ് എന്നൊക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് പിന്നെയും വന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചേക്കണേ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, റിപ്പീറ്റബിലിറ്റി സെയിം കണ്ടീഷൻ, റീപ്രൊഡ്യൂസിബിലിറ്റി ചേഞ്ച്ഡ് കണ്ടീഷൻസ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് കോസസ് ഡീവിയേഷൻ ഫ്രം സ്ട്രെയിറ്റ് ലൈൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. ഇത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. വിച്ച് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് കോസസ് ഡീവിയേഷൻ എന്നുള്ള വേർഡ് അവിടെ ശ്രദ്ധിച്ചോണം. ഡീവിയേഷൻ ഫ്രം സ്ട്രെയിറ്റ് ലൈൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനിൽ നിന്നുള്ള ഡീവിയേഷൻ കാണിക്കുന്ന സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലീനിയാരിറ്റിയുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. നോൺ ലീനിയാരിറ്റിയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നോൺ ലീനിയാരിറ്റി ലീഡ്സ് ടു മെഷർമെൻറ്റ് എറർ ഡ്യൂ ടു ഡീവിയേഷൻ ഫ്രം ഐഡിയൽ സ്ട്രെയിറ്റ് ലൈൻ. അടുത്ത ചോദ്യം, റീപ്രൊഡ്യൂസിബിലിറ്റി റെഫേഴ്സ് ടു കൺസിസ്റ്റൻസി ഓഫ് റീഡിങ്സ് അണ്ടർ ഡാഷ്. എന്താണ്? അതായത് റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് റീഡിങ്സിലുള്ള കൺസിസ്റ്റൻസി ഏത് കണ്ടീഷൻ്റെ ബേസിസിലാണെന്നാണ് ചോദ്യം. ഏതാണ്? ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അല്ലേ? കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് സെയിം റീഡിംഗ് തന്നെ കിട്ടുന്നതിനാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ, റീപ്രൊഡ്യൂസിബിലിറ്റി കൺസിഡേഴ്സ് ചേഞ്ചസ് ഇൻ ടൈം, ഓപ്പറേറ്റർ, എൻവയോൺമെൻറ്റ് അല്ലേ?
അടുത്ത ചോദ്യം, ഇഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് റാപ്പിഡ്ലി ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട് ദ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ഡാഷ്. എന്താണ്? അതായത് ഒരു ചെറിയ ചേഞ്ച് ഇൻപുട്ടിൽ വരുത്തിയാൽ പോലും നമ്മുടെ ഔട്ട്പുട്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്ക് പറയാമെന്നാണ് ചോദ്യം. എന്താണ്? ഹൈ സെൻസിറ്റിവിറ്റി അല്ലേ, ഹൈലി സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയാം. അതായത് ഒരു ചെറിയ ചേഞ്ചിന് തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ആ ഇൻസ്ട്രുമെൻറ്റിനുണ്ട്. നോക്കിക്കേ, ലാർജ് ഔട്ട്പുട്ട് ചേഞ്ച് ഫോർ എ സ്മോൾ ഇൻപുട്ട് മീൻസ് ഹൈ സെൻസിറ്റിവിറ്റി. നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്നും എക്സാമിന് കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്യുറസി വേഴ്സസ് പ്രിസിഷൻ അല്ലേ, ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെൻസിറ്റിവിറ്റി വേഴ്സസ് റെസൊല്യൂഷൻ, റിപ്പീറ്റബിലിറ്റി വേഴ്സസ് റീപ്രൊഡ്യൂസിബിലിറ്റി, അതുപോലെ ഡ്രിഫ്റ്റിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് ഐഡൻറ്റിഫിക്കേഷൻ. അതായത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും തന്നേക്കും, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട കുറച്ച് ട്രിക്സ് പറയാം. ആക്യുറസി ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു പ്രിസിഷൻ. ഇതെപ്പോഴും ഇത് ബന്ധപ്പെടുത്തി ചോദിക്കും. പിന്നെ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റഡി ഇൻപുട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കണം. റെസൊല്യൂഷൻ ഈസ് ഓൾവേസ് സ്മോളസ്റ്റ് ഡിറ്റക്റ്റബിൾ. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ചെറിയ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഇൻപുട്ടാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഇൻപുട്ട് ചേഞ്ച്. എന്താണ്? ഇൻപുട്ടിന് ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നു. അതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി മെമ്മറൈസ് ചെയ്ത് വെക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ഇൻസ്ട്രുമെൻറ്റ് ബിഹേവിയർ അണ്ടർ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കണ്ടീഷൻ. അതായത് ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബിഹേവിയർ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും MCQസും ഒക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്